ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ധ്യാനിക്കാൻ പോണ വചനം സങ്കീർത്തനം 116. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കണ ദൈവമക്കളെ, നമ്മൾ ജീവകാലമെല്ലാം ദൈവത്തെ അന്വേഷിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കാര്യസാധ്യത്തിന് ദൈവത്തെ അന്വേഷിച്ചിട്ട് മതി, നമുക്ക് ലോകപ്രകാരം നടക്കാൻ പാടില്ല. ദാവീദ് രാജാവ് പറയണം, എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും ദൈവത്തെ അന്വേഷിക്കുന്നു. ദൈവത്തെ ജീവിതകാലമെല്ലാം ദാവീദ് രാജാവ് അന്വേഷിച്ചത് കൊണ്ടാണ് ദാവീദ് രാജാവ് ദീർഘായുസ്സ് ഉള്ളവനായിട്ട് ജീവിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ദാവീദ് രാജാവിനെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവരായിരിക്കണം ദൈവമക്കളെ. അത് എങ്ങനെ? പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ മുന്നിൽ തുറന്ന പുസ്തകമായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇന്ന് ഈ വചനം വായിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. നമ്മെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.